എത്രയൊക്കെ നമ്മൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലാതെയും നമ്മൾ ഓർക്കാതെ പോകുന്ന ജീവിതത്തിലെ ഒരു ഫേസ് ഓഫ് ലൈഫാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ ഈ ഫേസിലൂടെ കടന്നു പോകേണ്ടവരാണ്. അത് 55 വയസ്സിന് ശേഷമോ 60 വയസ്സിന് ശേഷമോ എത്ര ആയിരുന്നാലും ഈ ഒരു ഫേസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഈ സമയത്ത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലി, അതേപോലെ നമ്മുടെ ബിസിനസ്, എല്ലാത്തിൽ നിന്നും നമ്മൾ പൂർണ്ണമായും മാറി നിന്ന് ഒരു പീസ് ഓഫ് മൈൻഡിലോട്ട് പോകുന്ന ഒരു സമയമാണ്. ഡെഫിനറ്റ് ആയിട്ടും തുടർന്നും അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ മന്ത്ലി ഒരു വരുമാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇതേ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്ററായ ഒരു ലൈഫ് സ്റ്റൈല് അന്ന് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻകം സോഴ്സ് നമുക്ക് വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാതിരിക്കാം. അത് നമുക്ക് ഇന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിരുന്നാലും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ആ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ചെലവുകൾ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കൊരു ജോലി കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്തോ ഒരു മാസം 100 രൂപ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിൽ നമുക്ക് ചേർന്ന് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ മാസം ഒരു വരുമാനം നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. പലരും പല സോഷ്യൽ മീഡിയകളിലും കേട്ടിട്ടുണ്ടാവും NPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് വളരെ പോപ്പുലറാണ് NPS. നമ്മൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഒരുപക്ഷെ നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ടായിരിക്കും. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. മ്യൂച്വൽ ഫണ്ടുകൾ വഴി ഒരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിന് ശേഷം എല്ലാ മാസവും കൃത്യമായിട്ട് വരുമാനം എടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്ലാനാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഒരു മികച്ച പ്ലാനാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ ഗ്രീൻ പ്ലാൻ ഫോർ റിട്ടയർമെന്റ് ലൈഫ്. എന്നാലും നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു അഡീഷണൽ സോഴ്സും കൂടി നമുക്ക് ലഭിച്ച നമ്മുടെ റിട്ടയർമെന്റിൽ മന്ത്ലി വരുന്ന ഇൻകം കുറച്ചും കൂടി ഫ്ലറിഷ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നല്ലൊരു കോർപ്പസ് ജനറേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതുവഴി നിങ്ങൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി നിങ്ങളൊരു മന്ത്ലി ഇൻകം ഫോർ എക്സാമ്പിൾ ഒരു 20,000 നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾക്ക് അതിനോടുകൂടെ ഒരു 10,000 റുപ്പീസും കൂടി അധികം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആ ജീവിക്കുന്ന ജീവിത നിലവാരം കുറച്ചും കൂടി ബെറ്റർ ആക്കും. സോ ഇത്തരത്തിലുള്ള ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം. സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പെൻഷൻ സിസ്റ്റമാണ്. ഇന്ന് ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്കീമുകൾക്ക് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോട് കൂടെ നമ്മുടെ കമ്പനിയും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ആ സിസ്റ്റം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചുള്ള A to Z ഇൻഫർമേഷൻ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് NPSൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 3 ഓപ്ഷൻസുകളാണ് നമുക്കുള്ളത്. അതായത് ഞാനൊരു എക്സാമ്പിൾ വഴി പറയാം. നമ്മളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, നമുക്കൊരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ എക്സാമ്പിൾ എടുക്കാം. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ എൻ്റെ എല്ലാ റെക്കോർഡുകളും, എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം കീപ്പ് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അതേപോലെ NPSൽ നമ്മുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് ഈ പറയുന്ന 3 കമ്പനികളെ ആരെങ്കിലും ചുമതലപ്പെടുത്താം. പ്രോട്ടീൻസ്, കെഫിൻടെക്, ക്യാംസ്. ഇതിനെയാണ് CRA എന്ന് പറയുന്നത്, സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഇതിൽ 3-ൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ ഇതിൽ ഏത് എടുക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നമുക്ക് നടത്തണം. അതായത് ഇതിന് ഓരോന്നിനും ഓരോ ചാർജസുകളാണ്, ഓരോ തരത്തിലുള്ള സർവീസുകളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർജസിന്റെ കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് നോക്കാം. NPSലുള്ള 3 CRA, സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി ആയിട്ടുള്ള പ്രോട്ടീൻസ്, കെഫിൻടെക്, ക്യാംസ്, ഈ 3 കമ്പനികളാണ് നമ്മുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്ത് ചാർജസ് കൊടുക്കണം? ഇവർ വഴി നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് നമുക്ക് NPS ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെയും ചാർജാണ്. ഇപ്പോൾ ഫസ്റ്റിൽ കാണിക്കുന്ന ഈ വയലറ്റ് കളറിലുള്ളത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ഏകദേശം 40 രൂപ വരുന്നുണ്ട്. ക്യാംസ് 39 രൂപ വരുന്നുണ്ട്. എന്നാൽ കെഫിൻടെക് കമ്പാരിറ്റീവ്ലി കുറവാണ്, 35 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ കെഫിൻടെക് ചാർജസ് കുറവാണ് എന്ന് ചുരുക്കം.
ഇനി രണ്ടാമത് വരുന്നത് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജാണ്. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് 3 ബ്രോക്കറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രോക്കർ എന്ന് പറയുന്നില്ല, റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി എന്ന് തന്നെ പറയുന്നു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മിഡിലുള്ള ആളാണ് കെഫിൻ ടെക്. സോ കെഫിൻ ടെക് ചാർജസ് കുറവാണ്. ഇനി ട്രാൻസാക്ഷൻ ചാർജസ്, നമ്മൾ ഓരോ സമയത്തും ഇതിനകത്തോട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള ഒരു ചാർജുകൾ വരും. ആ ചാർജസുകൾ നമുക്ക് തുറന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആ ചാർജസുകൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് റെക്കോർഡ് കീപ്പിംഗ് ഏജൻസീസിൽ വ്യത്യാസങ്ങളില്ല. ഇനി യൂസർ എക്സ്പീരിയൻസ്, നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴുള്ള നിങ്ങൾ അതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതേപോലെ തന്നെ അതിൻ്റെ ആപ്പ്, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അത് എത്രത്തോളം കംഫർട്ടബിൾ ആവുന്നു എന്നുള്ളത്. അത് പ്രോട്ടീൻസ് കുറച്ചും കൂടി കുറച്ച് ഡൗൺ ആണ് യൂസർ എക്സ്പീരിയൻസിൽ. പക്ഷേ കെഫിൻ ടെക്കും ക്യാംസും കുറച്ചുകൂടി നല്ലതാണ്. കെഫിൻ ടെക് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ പറയുന്ന 3 കമ്പനികളും ഡെഫിനറ്റ് ആയിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർ കേട്ടിരിക്കാൻ വഴിയുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. കാരണം ഇത് വളരെ പോപ്പുലർ ആണ്. ഇതിന്റെ സ്റ്റോക്സുകളൊക്കെ ഒരുപക്ഷെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ബട്ട് എനിവേ ഈ 3 കമ്പനികളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. എല്ലാം സെൻട്രൽ ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ മൂന്നിന്റെയും ബ്യൂട്ടി എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ്. എനിക്കിത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചാർജസ് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കെഫിൻ ടെക് തന്നെ ആയിരിക്കും എന്നാണ് ഈ ഒരു ടേബിളിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി NPS-ൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി ഏത് റെക്കോർഡിംഗ് കീപ്പിംഗ് ഏജൻസിയിലായിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായി കെഫിൻ ടെക് ആണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ്. മറ്റത് രണ്ടും മോശമാണെന്നല്ല പറഞ്ഞത്, രണ്ടും നല്ല തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പേഴ്സണലി പ്രോട്ടീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ NPS-ൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. സോ ഫോർ എക്സാമ്പിൾ ടയർ 1 ഉണ്ട്, ടയർ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇതിൽ റിട്ടയർമെന്റിന്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ടയർ 1നെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ടയർ 2 എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെയാണ്. പക്ഷേ ടയർ 1ൽ അക്കൗണ്ട് ഉള്ളവർക്ക് ടയർ 2 ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പേഴ്സണലി ടയർ 2 ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം അതിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് നമുക്ക് SWP വഴി നമുക്ക് എമൗണ്ടുകൾ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ടയർ 2 ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് മ്യൂച്വൽ ഫണ്ട്. സോ ഞാൻ പറയുന്നത് ടയർ 1നെ കുറിച്ചിട്ടാണ്, ബിക്കോസ് അതിന്റെ റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട്. സോ എന്താണ് ടയർ 1ന്റെ എലിജിബിലിറ്റി? 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും NPS-ൽ ഇന്ത്യൻ സിറ്റിസണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. മാൻഡേറ്ററി ആണ്, ആൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇനീഷ്യലായിട്ട് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 500 rupees ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും നമ്മൾ മിനിമം 1000 രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. മാക്സിമം എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നത്. ലോക്കിൻ പീരീഡ് ഉണ്ട്. ലോക്കിൻ പീരീഡ് 60 വയസ്സ് വരെയാണ് ലോക്കിൻ പീരീഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, 60 വയസ്സ് വരെ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം. പക്ഷെ ഫുള്ള് പറയാൻ വരട്ടെ, ഇതിന് വിഡ്രോവൽ റൂൾസ് ഉണ്ട്. അതായത് ഇപ്പം നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ 60 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യം വന്നെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് 25% നമുക്ക് പിൻവലിക്കാം. അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ ജെന്യൂൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ എനിക്കൊരു വീട് വെക്കണം, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷെ തികയൂല, അപ്പം ഞാൻ ലോൺ എടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ NPS നിന്ന് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആ ലോൺ അത്രയും കുറക്കാൻ പറ്റും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷന്, അവരുടെ മാരേജ്, ഇങ്ങനത്തെയുള്ള ഏത് പേഴ്സണലായിട്ട് വരുന്ന ആവശ്യങ്ങളും ജെന്യൂൻ ആവശ്യങ്ങൾ കൃത്യമായ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതിലൂടെ നമുക്ക് 3 വർഷത്തിൻ്റെ ഉള്ളിൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം 25% ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുന്നു, 60 വയസ്സിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഫുൾ ഡീറ്റെയിൽസ് പറയാം, ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. 2 ലക്ഷം വരെ 80CCD എന്ന് പറയുന്ന ടാക്സിന്റെ ഫോമിൽ ഈ 2 എമൗണ്ടുകൾ, അതായത് 2 ലക്ഷം വരെ നമുക്ക് ടാക്സിൽ കിഴിവ് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജസ്. ഇനി 60 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത് ലാഭമായി അപ്രിസിയേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 60% എമൗണ്ട് നമുക്ക് പിൻവലിക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മൾ 10 ലക്ഷം രൂപ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. 10 ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ നമുക്ക് അങ്ങനെ അങ്ങോട്ട് 60 വയസ്സാകുമ്പോൾ നമുക്ക് പിൻവലിച്ചെടുക്കാം. ബാക്കി 40% ആന്യൂവിറ്റി ആയിട്ട് ലഭിക്കും. ആന്യൂവിറ്റി എന്ന് പറഞ്ഞാൽ മന്ത്ലി പെൻഷൻ പോലെ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കണം. ഇതിനകത്ത് 60% നമുക്ക് കിട്ടുന്ന, നമ്മൾ പിൻവലിക്കുന്ന എമൗണ്ടിന് 1 രൂപ പോലും നമ്മൾ ടാക്സ് അടക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ്.
ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ചാർജസുകൾ വരുന്നുണ്ട്. സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസിക്ക് 95 to 125 രൂപ വരെ ഒരു വൺ ടൈം ചാർജസ് വരുന്നുണ്ട്. 25 rupees ആനുവലി വരുന്നുണ്ട്. സോ ഈ ചാർജസുകളെല്ലാം നിങ്ങളുടെ വായിച്ചൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നു, ഈ ചാർജസ് കൊടുത്താലും ഇത് പേഴ്സണലി ഇത് പ്രോഫിറ്റബിൾ ആണ്. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത് ഞാൻ ചില ചാർജസുകൾ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ലിസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. NPS ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ആക്റ്റീവ് ചോയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പാസീവ് ചോയ്സ്, അല്ലെങ്കിൽ ഓട്ടോ ചോയ്സ് എന്ന് പറയാം. അത് ഞാൻ ആക്റ്റീവ് ചോയ്സ് എന്താണെന്ന് പറയാം. NPS ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഇക്വിറ്റി സെഗ്മെന്റിലും ഡെപ്റ്റ് സെഗ്മെന്റിലുമാണ്. ആക്റ്റീവ് ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് തീരുമാനിക്കാം എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റിയിൽ വേണം, എത്ര പെർസെൻറ്റേജ് ഡെപ്റ്റിൽ വേണം. സിമ്പിൾ എക്സാമ്പിൾ സഹിതം പറയാം. ഞാൻ 1000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഡിസൈഡ് ചെയ്യാം 750 രൂപ ഇക്വിറ്റിയിലോട്ട് പോകണം, 250 രൂപ ഡെപ്റ്റിലോട്ട് പോകണം. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ 2 കാറ്റഗറിയാണ്, കോർപ്പറേറ്റ് ഡെപ്റ്റും ഗവൺമെന്റ് സെക്യൂരിറ്റീസും. ഇനി ഓട്ടോ ചോയ്സ് ആകുന്ന സമയത്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന NPS കമ്പനിയാണ്. NPS കമ്പനി എന്ന് പറയുമ്പോൾ NPS നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഫണ്ട് സെലക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ NPSലും ഫണ്ട് സെലക്ഷൻ നടത്തണം. HDFC, ICICI, LIC ഇങ്ങനെ പറയുന്ന കൊട്ടക്ക് ഒരുപാട് കമ്പനികൾ നമുക്ക് NPS ഓപ്ഷൻസ് തരുന്നുണ്ട്. നല്ല ഫണ്ട് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. എന്നാൽ ഓട്ടോ ചോയ്സിൽ എന്ത് സംഭവിക്കുന്നു? ഈ കമ്പനികളാണ് തീരുമാനിക്കുന്നത് എത്ര പെർസെൻറ്റേജ് എക്സ്പോഷർ ഇക്വിറ്റിയിലോട്ട് വേണം. 70% വേണോ, 80% വേണോ, 20% വേണോ, 30% വേണോ എന്നൊക്കെ ഇവർ തീരുമാനിക്കും. നമുക്കിതിനകത്ത് ഒരു കൺട്രോൾ ഇല്ല. എന്നാൽ ഇവർക്ക് തോന്നുന്ന പോലെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. റെക്കോർഡ് കീപ്പിംഗ് ഏജൻസിയുടെ കയ്യിൽ നിന്നും NPS സിസ്റ്റവും ഇവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിലവിലുണ്ട്. ആ റൂൾസ് അനുസരിച്ച് മാത്രമേ ഈ കമ്പനികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഓട്ടോ ചോയ്സ് എടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒന്നും തന്നെ അറിയേണ്ടതില്ല. ആക്റ്റീവ് ചോയ്സ് എടുക്കുന്ന ഒരാൾക്ക് അവർക്ക് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അത് കൺട്രോൾ ചെയ്ത് ഒരല്പം റിട്ടേൺസ് ഏറെ വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഓട്ടോ ചോയ്സസിൽ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഹു ഡിസൈഡ് ദ മിക്സ്. മിക്സ് മീൻസ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. NPS system will decide the mix. Active choice, you decide the mix. ഇക്വിറ്റിയിൽ എന്ത് സമയം ഇക്വിറ്റി എക്സ്പോഷർ ഓട്ടോ ചോയ്സിൽ നിങ്ങൾ യങ് ഏജ് ആവുന്ന സമയത്ത് എക്സ്പോഷർ വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ പ്രായമാവുന്നതോടുകൂടി ഇക്വിറ്റി എക്സ്പോഷർ കുറയുകയും ഡെപ്റ്റ് എക്സ്പോഷർ കൂടുകയും ചെയ്യും. ആക്റ്റീവ് ചോയ്സസിൽ നിങ്ങളാണ് നിങ്ങളുടെ ഡിസിഷൻ മേക്കർ. NPS കമ്പനികൾക്ക് ഇതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ കൊടുക്കുന്നില്ല എന്നർത്ഥം. മെയിൻ്റനൻസ് ഓട്ടോ ചോയ്സ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾ ഒന്നും അറിയേണ്ടതില്ല. നിങ്ങളുടെ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോൾ മാത്രം നിങ്ങൾ അതിനകത്തോട്ട് നോക്കിയാൽ മതി. ആക്റ്റീവ് ചോയ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ 6 months once ഒന്ന് റിവ്യൂ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം, ഇല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് എന്നുള്ളതാണ് ബെസ്റ്റ്. ഫോർ ഒരു ബിഗിനേഴ്സ് ആയിട്ട് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഒരാൾക്ക് ഓട്ടോ ചോയ്സ് എടുക്കുന്നത് തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ കുറച്ചൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ ഒരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ആക്റ്റീവ് ചോയ്സ് ഡെഫിനറ്റ്ലി ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ഇനി ഓട്ടോ ചോയ്സ് എടുക്കുന്ന ഒരാൾക്ക് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മുടെ ഏജ് ആണ് താഴെ കാണിച്ചിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ Y ആക്സിസ് ഗ്രാഫിൽ കാണിച്ചത് അലോക്കേഷൻ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യം ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഇക്വിറ്റി സെഗ്മെന്റ് ആണ്. അപ്പോൾ ഓട്ടോ ചോയ്സിൽ എന്ത് ചെയ്യും? നമ്മൾ 30 വയസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് 30 to 40 വയസ്സിൽ നിൽക്കുന്ന സമയത്ത് 75% ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കും. എന്നാൽ നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ബ്ലൂ കളർ താഴോട്ട് വരും. അതായത് ഇക്വിറ്റി എക്സ്പോഷർ കുറയുകയും ഫിക്സഡ് ഇൻകം ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡെപ്റ്റിലോട്ടും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോട്ടും നമ്മുടെ എക്സ്പോഷർ കൂടുകയും ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് ഓട്ടോ ചോയ്സിൽ സംഭവിക്കുന്നത്. പക്ഷേ ആക്റ്റീവ് ചോയ്സിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി വേണം, എത്ര പെർസെൻറ്റേജ് ഗവൺമെന്റ് സെക്യൂരിറ്റി വേണം, എത്ര പെർസെൻറ്റേജ് കോർപ്പറേറ്റ് വേണം, നമ്മളെ ഡിസിഷൻ ആയിരിക്കും. പക്ഷേ ഓട്ടോ ചോയ്സിൽ നമ്മളൊന്നും അറിയേണ്ട. ഈ ഒരു പ്രപ്പോർഷനിൽ ഇതിങ്ങനെ താഴ്ന്ന് ഇക്വിറ്റീസ് പോകും. അതേ സമയത്ത് എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റി കൂടുകയും നമ്മുടെ ക്യാപിറ്റൽ അവിടെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം NPS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
ഇനി ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് മാസം ഒരു പെൻഷൻ തുക ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ്. 60 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 60 വയസ്സ് കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 60% നമുക്ക് ടാക്സ് ഇല്ലാതെ എടുക്കാൻ പറ്റും. ബാക്കി വരുന്ന 40% ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 40% നമുക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് ലഭിക്കും. പെൻഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എന്താണ് 5 ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തെ ഓപ്ഷനെ ലൈഫ് ആന്വിറ്റി എന്ന് പറയും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് മാത്രം ആ പെൻഷൻ തുക നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഹയസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് ലൈഫ് ആന്വിറ്റി വിത്ത് റിട്ടേൺ ഓഫ് പ്രിൻസിപ്പൽ എന്ന് പറയും. അതായത് ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നു, അത് കഴിഞ്ഞ് നിങ്ങളുടെ ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നോമിനിക്കും ഇതേപോലെ എന്ത് ചെയ്യുന്നു, മാസം വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലൈഫ് ടൈമിൽ രണ്ടുപേരുടെ ജീവിതാവസാനം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ നോമിനി ആയിട്ട് വെച്ചിട്ടുള്ള നിങ്ങളുടെ സ്പൗസോ നിങ്ങളുടെ പാരൻസോ നിങ്ങളുടെ മക്കളോ ആരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ആ 40% എമൗണ്ട് ഉണ്ടല്ലോ, അത് ലംസമായിട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റിലുള്ള ഹൈലൈറ്റ്. പക്ഷേ ഇവിടെ ലംസം എക്സ്ട്രാ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റിൽ, അത് ലൈഫ് ആന്വിറ്റിയിൽ കിട്ടുന്ന ഒന്നാമത്തേൽ കിട്ടുന്ന അത്രത്തോളം ഈ മാസത്തിൽ കിട്ടുന്ന പെൻഷൻ എമൗണ്ട് ഫസ്റ്റിൽ കിട്ടുന്നതിനേക്കാളും കുറവായിരിക്കും സെക്കൻഡിൽ കിട്ടുന്നത്. കാരണം എന്താണ്? സെക്കൻഡിൽ ഒരു ലംസം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺസ് കുറയുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങളുടെ സ്പൗസിന് കിട്ടുന്നു, ജോയിന്റ് ലൈഫ് ആന്വിറ്റി വിത്തൗട്ട് റിട്ടേൺ ഓഫ് പ്രീമിയം. അതായത് നിങ്ങൾക്ക് ഒരു ലംസം കിട്ടില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതകാലം, ഒരാളുടെ ജീവിതകാലത്ത് കിട്ടുന്നു, അയാൾ അവസാനിക്കുന്നതിലൂടെ അടുത്ത ആൾക്ക് കിട്ടുന്നു, നിങ്ങൾ രണ്ടാളും മരണപ്പെടുന്നത് വരെ ഇത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു ലംസം അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ലോവർ ദാൻ ഓപ്ഷൻ നമ്പർ 1 ഇത് കുറവായിരിക്കും. ഓക്കെ, റിട്ടേൺ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഇത് സേവ് ചെയ്യുന്നു. ഓപ്ഷൻ 1 ഒരാൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 ആൾക്കും കിട്ടുന്ന എമൗണ്ട് ഒരുമിച്ച് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഓപ്ഷൻ 1 എന്തായാലും കൂടും. ഇനി നാലാമത്തെ കേസിൽ 2 പേർക്കും കിട്ടുന്നു, അതായത് ഹസ്ബൻഡിനും കിട്ടുന്നു, വൈഫിനും കിട്ടുന്നു, അല്ലെങ്കിൽ സ്പൗസിനും കിട്ടുന്നു. നിങ്ങൾ 2 പേരും മരണപ്പെടുന്നവരെ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരാൾ മരണപ്പെടുമ്പോൾ അടുത്ത ആൾക്ക് 40% ഓഫ് ആ ടോട്ടൽ എമൗണ്ട് 40% ഉണ്ടല്ലോ, അത് ഒരുമിച്ച് ബൾക്കായിട്ട് അയാൾക്ക് കൊടുക്കുകയും ബാക്കി ഉണ്ടെന്ന് പറയുന്നത് ആ 40% എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ലംസം കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലത് തന്നെയാണ്. കാരണം ഒരാളുടെ ആബ്സെൻസ് വന്നു, അടുത്ത ആൾക്കൊരു മാസം പെൻഷൻ കിട്ടുന്നതോട് കൂടെ ഒരു ലംസം എമൗണ്ട് കൂടി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ഇതിന്റെ റിട്ടേൺ കുറവാണ്. കാരണം ഓപ്ഷൻ 3 ലംസം ഇല്ല, പക്ഷെ ഓപ്ഷൻ 4 ലംസം കിട്ടുന്നുണ്ട്, പെൻഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പെൻഷൻ കിട്ടുന്ന എമൗണ്ട് ഓപ്ഷൻ 3 പെൻഷൻ കിട്ടുന്ന എമൗണ്ടിനേക്കാളും കുറവായിരിക്കും. കാരണം ഇവിടെ ലംസം കൊടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി 5ാമത്തെ ഓപ്ഷൻ ഫിക്സ്ഡ് പീരിയഡ്. അതായത് നമ്മൾ പറയുന്നു എനിക്ക് 60 വയസ്സായി റിട്ടയർമെന്റ്, എനിക്ക് 70 വയസ്സ് വരെ മതി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ 70 വയസ്സ് അടുത്ത 10 വർഷക്കാലം നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ നോമിനിക്കോ അത് കിട്ടിക്കണം. നമുക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 10 വർഷക്കാലം നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മൾ 10 വർഷത്തിനടുക്ക് നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ബാക്കി പൈസ നമ്മുടെ നോമിനിക്ക് കിട്ടുന്നു എന്നർത്ഥം. ഇവിടെ ലംസമായിട്ട് കിട്ടില്ല. നമ്മൾ പറയുന്ന ആ എത്രയാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന വർഷം, 5 ആണോ 10 ആണോ 15 ആണോ 20 ആണോ, ആ ഫിക്സ്ഡ് കാലഘട്ടം വരെ നമുക്ക് മാസം ഈ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് പ്ലാൻ ചൂസ് ചെയ്യുന്നതും ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാൻ എടുത്തിട്ട് വേണം. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും സ്യൂട്ട് ആകുന്നത് മനസ്സിലാവും. ഇപ്പോൾ സിംഗിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ നമ്പർ 1 ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് ഓപ്ഷൻ നമ്പർ 2 ഓപ്ഷൻ നമ്പർ 4 അവർക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങളൊരു സ്പൗസ് മരണപ്പെട്ട ഒരാളാണ്, നിങ്ങളെ ഫാദറും മദറും ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ജോയിന്റ് ലൈഫ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു മക്കളുണ്ട്, അല്ലെങ്കിൽ മക്കൾ മാത്രം ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ 3 ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അവസ്ഥയാണ്, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൽ ഏത് പ്ലാൻ വേണമെന്നുള്ളത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു വെക്കണം. 60ാമത്തെ വയസ്സിൽ പോയിട്ടല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിനു മുന്നേ ഞാൻ ഇന്ന ഓപ്ഷൻസ് എടുക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി ഇതിനകത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ സ്വിച്ച് ചെയ്യുന്നത് പോലെ ഫണ്ടുകൾ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യം പറയുന്നത് അസറ്റ് അലോക്കേഷൻ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആക്റ്റീവ് ചോയ്സ് എടുക്കുന്നു, എനിക്ക് 70% ഇക്വിറ്റി വേണം, 30% ഡെപ്റ്റ് വേണം. നാളെ ഞാൻ തീരുമാനിക്കുന്നു എനിക്കത് വേണ്ട, എനിക്ക് റിസ്ക് കുറച്ച് കുറക്കണം, എനിക്ക് 50% ഇക്വിറ്റിയും 50% ഡെപ്റ്റുമാണ്, ആ ഓപ്ഷൻസ് എനിക്ക് ചൂസ് ചെയ്യാം. ഈ തീരുമാനങ്ങളിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2 തവണ മാറ്റങ്ങൾ വരുത്താം എന്ന് ചുരുക്കം. ഇനി ഫണ്ട് മാനേജർ സ്വിച്ചുകൾ, അതായത് ഞാനിപ്പം കൊട്ടക് NPS സിസ്റ്റത്തിൽ ചേർന്നു, നാളെ എനിക്ക് ICICI അല്ലെങ്കിൽ HDFC SBIന്റെ ഒക്കെ NPSലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാറാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ സ്വിച്ച് ചെയ്യും.
പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ലോഡും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കൊടുക്കണം. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ഫണ്ട് ഹൗസിൽ നിന്ന് വേറെ ഫണ്ട് ഹൗസിലോട്ട് മാറാം എന്നുള്ളതാണ് NPSന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇനി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള NPS ജേണി എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യകാലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇൻകം ഉണ്ടായിരുന്നു. ഡെഫിനറ്റായിട്ടും എൻ്റെ കമ്പനി അത് സപ്പോർട്ട് ചെയ്യായിരുന്നു. പല കമ്പനികളും ഇന്ന് സെൻട്രലും സ്റ്റേറ്റും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളൊക്കെ NPSനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കമ്പനി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് HR-ഉമായിട്ട് നിങ്ങളത് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി ഒരു എമൗണ്ട് നിങ്ങളുടെ NPSലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, നിങ്ങളും ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ എൻ്റെ കേസസിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കമ്പനി എനിക്കൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ ആ ജോലി വിട്ടു. ഞാൻ എൻ്റെ കമ്പനി മാറിയ സമയത്ത് പുതിയ വന്ന കമ്പനി ആ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ അക്കൗണ്ട് എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കമ്പനി കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 1,18,000 രൂപയോളാണ് ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തത്. ഞാൻ ഒന്നും തന്നെ ഇതുവരെ വിഡ്രോ ചെയ്തിട്ടില്ല. വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 2,34,000 ആണ്. എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,15,000 ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് XIR 10.79% ആണ്. ഞാൻ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 മാർക്കറ്റ് കറക്ഷൻ ചെയ്ത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഓഗസ്റ്റ് 10 തീയതി 2025. ഇതുവരെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ആ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരിക്കലും ഇതുവരെ ഹാൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് മാർക്കറ്റ് പോയിട്ടില്ല. എന്നിരുന്നാൽ പോലും എനിക്ക് ഇത്രയും റിട്ടേൺ ഈ മാർക്കറ്റ് കറക്ഷൻ നിൽക്കുന്ന ഈ സ്റ്റേജിൽ പോലും എനിക്ക് 10.79 XIR എടുക്കാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞാലും ഞാനിതൊരു ആക്റ്റീവ് മാനേജ്മെന്റ് ചെയ്യുന്നതുകൊണ്ടാണ്, ഓട്ടോ ചോയ്സ് അല്ല ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ഒരു ചെറിയ തുക മാസം ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം 1000 രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പറ്റും. NPSനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിന് ഒരിക്കലും ഒരു സമയത്ത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ആ സോഴ്സ് ഓഫ് ഇൻകം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു 2-3 സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ റിട്ടയർമെന്റിന് നമ്മൾ പ്ലാൻ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകൾ SWP നേരത്തെ പറഞ്ഞ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ കൂടാതെ NPSലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ റിട്ടയർമെന്റ് നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ NPSനെ കുറിച്ചുള്ള ഒരുവിധപ്പെട്ട മിക്ക കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ എഡ്യൂക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് NPSൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആവശ്യമായ എല്ലാ ലിങ്കുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, അതേപോലെ വാട്സപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിന്റെ കുറിച്ചിട്ടുള്ള ന്യൂസും ഡേ ടു ഡേ അപ്ഡേറ്റും എഡ്യൂക്കേഷൻസ് പർപ്പസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ടെലഗ്രാം ചാനൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മാർക്കറ്റിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ എല്ലാവർക്കും ഒരു ചെറിയ കോൺട്രിബ്യൂഷനിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഒരു NPS ചെയ്തു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.